ാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം തെരഞ്ഞെടുപ്പ് രംഗത്ത് രാഷ്ട്രീയ പാർട്ടികൾ തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും അധികം പണം ചെലവഴിക്കേണ്ട ഒരു കാലഘട്ടമാണ് തെരഞ്ഞെടുപ്പ് കാലഘട്ടം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് വിപുലമായ ഒരുക്കങ്ങൾ നടത്തണം. പക്ഷേ കോൺഗ്രസ് പാർട്ടി നേരിടുന്നത് ഒരു അസാധാരണ വെല്ലുവിളിയാണ്. കാരണം ആദായ നികുതി വകുപ്പിന്റെ നടപടിയെ തുടർന്ന് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യപ്പെട്ടതോടെ പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്കാൻ പണമില്ല, സ്ഥാനാർത്ഥികൾക്ക് നൽകാൻ പണമില്ല എന്നതാണ് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് നേരിടുന്ന വെല്ലുവിളി. രാഹുൽ ഗാന്ധി അടക്കം ഇക്കാര്യം നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ പ്രതിസന്ധി മറികടക്കാൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഒരു മാർഗം സ്വീകരിക്കുകയാണ്. കൂപ്പൺ അടിച്ചിറക്കി ജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കാനാണ് KPCCയുടെ തീരുമാനം. ഈ നടപടി ഉണ്ടായെങ്കിൽ മാത്രമേ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം മറികടക്കാനാവൂ. പണം കണ്ടെത്താൻ അല്ലാതെങ്കിൽ കഴിയില്ല എന്നതാണ് KPCCയുടെ വിലയിരുത്തൽ. ഫണ്ട് തേടി KPCC ജനങ്ങളിലേക്ക് എത്തുകയാണ്. കൂപ്പൺ അടിച്ച് പണം കണ്ടെത്താനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമം. ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നു. ഡാൻ, ഒരു വലിയ പ്രതിസന്ധിയാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്. ജനങ്ങൾ കൈയയച്ച് പണം നൽകിയാൽ മാത്രം തെരഞ്ഞെടുപ്പ് മറികടക്കാം, ഇതായിരിക്കും ഒരു അവസ്ഥ. എന്താണ് KPCCയുടെ പദ്ധതി? അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? സജിത്ത്, കോൺഗ്രസിന്റെ ഔദ്യോഗികമായ ദേശീയ തലത്തിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ, AICCയുടെ അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് ഫ്രീസ് ചെയ്ത പശ്ചാത്തലത്തിലാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധി പാർട്ടി ദേശീയ തലത്തിൽ നേരിടുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് കാലമാണ്, എല്ലാ സ്ഥലങ്ങളിലേക്കും സ്ഥാനാർത്ഥികൾക്ക് പണം എത്തിക്കേണ്ട സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചെലവുകളുമായി ബന്ധപ്പെട്ട് പണം എത്തിപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. അവിടെ വലിയൊരു പ്രതിസന്ധി പാർട്ടി അഭിമുഖീകരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ദേശീയ നേതൃത്വം തന്നെ അതത് സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പണം പിരിക്കുന്നതിന് വേണ്ടി അവരവരുടേതായ വഴികൾ തേടാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് നേതൃത്വം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തുന്നത്. അതായത് സംസ്ഥാനത്ത് നിന്ന് മുഴുവൻ ഈ വ്യാപകമായി ഈ പ്രാദേശിക നേതാക്കളുടെ സഹായത്തോടെ പ്രാദേശിക തലത്തിൽ ഫണ്ട് പിരിവ് നടത്തുക എന്നൊരു തീരുമാനത്തിലേക്കാണ് KPCC നേതൃത്വം എത്തുന്നത്. AICCയുടെയോ അല്ലെങ്കിൽ മറ്റ് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയോ പണം പിൻവലിക്കാനോ നിക്ഷേപിക്കാനോ ഒന്നും കഴിയാത്തൊരു പശ്ചാത്തലത്തിലാണ് പ്രാദേശിക തലത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് വേണ്ടി പണം കണ്ടെത്തേണ്ട നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്തും തുടക്കമായിട്ടുണ്ട്. എന്തായാലും കൃത്യമായി ഈ അക്കൗണ്ട് വിവരങ്ങളും ലഭിക്കുന്ന പണം എങ്ങനെ ചെലവഴിച്ചു, എത്ര രൂപ വീതമാണ് കൈപ്പറ്റി, ഇതിനൊക്കെ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കണമെന്ന നിർദ്ദേശവും നേതൃത്വം നൽകിയിട്ടുണ്ട്. സാമ്പത്തികമായി വലിയ പ്രതിസന്ധി നേരിടുന്നതിനിടയിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ തീയതി ഏപ്രിൽ 26 മാറ്റിയത് പ്രചാരണ ദിവസം കൂട്ടുന്ന സാഹചര്യമുണ്ടായി. ഏതാണ്ട് 42 ദിവസത്തോളം പ്രചാരണം തുടരേണ്ട സാഹചര്യമായിരുന്നു. ഇനിയും 30 ദിവസം കൂടി ശേഷിക്കുകയാണ്. അതുകൊണ്ട് ഇത്രയധികം ദിവസത്തേക്ക് സ്ഥാനാർത്ഥികളുടെ പര്യടനവും മറ്റ് കാര്യങ്ങളും നടത്തുന്നതിന് വലിയ ഭീമമായ തുക ആവശ്യമായി വരും. ഈ സ്ഥിതിയിൽ ദേശീയ നേതൃത്വത്തിന് ഒരു തരത്തിലും സംസ്ഥാന നേതൃത്വത്തെയോ മറ്റ് സ്ഥാനാർത്ഥികളെ സഹായിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായ പശ്ചാത്തലത്തിലാണ് അതത് കോൺഗ്രസ് ജില്ലാ നേതൃത്വങ്ങളോട് പ്രാദേശിക നേതാക്കളുടെ സഹായത്തോടെ പണം തിരിച്ച് ചെലവുകൾ വഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്. സജിത്ത്, ഡാൻ, ഈ കോൺഗ്രസ് അടക്കമുള്ള ദേശീയ പാർട്ടികളുടെ ഒരു പൊതുരീതി ദേശീയ തലത്തിൽ ഒരു നിശ്ചിത ഫണ്ട് എല്ലാ സ്ഥാനാർത്ഥികൾക്കും കൈമാറും, എല്ലാ മണ്ഡലങ്ങളിലേക്കും കൈമാറും. കൂടുതൽ വിജയ സാധ്യതയുള്ള ഇടങ്ങളിൽ കൂടുതൽ ഫണ്ട് എന്നതൊക്കെയാണല്ലോ പൊതുരീതി. മുൻകാലങ്ങളിൽ അത് നടന്നു പോരുന്നതുമുണ്ട്. ഇത്തവണ ഒരു രൂപ പോലും അല്ലെങ്കിൽ ഒരു വിഹിതവും AICC നേതൃത്വത്തിന് കൈമാറാതെ വരുമ്പോൾ KPCC ഈ ഒരു മാർഗത്തിലൂടെ മാത്രം ധനസമാഹരണം നടത്തി ഇവർക്ക് അത് പൂർത്തീകരിക്കാൻ കഴിയുമോ? അതല്ലെങ്കിൽ ഈ പണമില്ലാത്തത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ എത്ര കണ്ട് ബാധിച്ചിട്ടുണ്ട്? ഡാൻ, എന്താണ് അവരുടെ വിലയിരുത്തൽ? സജിത്ത്, സംസ്ഥാനത്ത് നമുക്കറിയാം ഈ കോൺഗ്രസിന്, കാരണം കഴിഞ്ഞ തവണ 19 സീറ്റിൽ വിജയിച്ചത് UDF ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലയിലും അത്തരത്തിലുള്ള എല്ലാ മണ്ഡലങ്ങളിലും അത്തരത്തിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ തന്നെയാണ് നേതാക്കൾ എല്ലാവരും വെച്ചു പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ സാധാരണക്കാരായ ആളുകളിൽ നിന്ന് പണം പിരിക്കുന്നതിന് പുറമെ വലിയ വ്യാപാരികൾ അല്ലെങ്കിൽ പാർട്ടി അനുഭാവികളായ വിദേശത്തുള്ളവർ ഇങ്ങനെ ഈ പാർട്ടിക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു സോഴ്സ് ഉണ്ട്. അത് നേതാക്കന്മാരുടെ ഇടപെടലിൽ വ്യക്തികളെ സ്വാധീനിച്ചാണ് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് ഇത്തരത്തിൽ പണം സ്വരൂപിക്കുന്നത്. അത്തരത്തിൽ നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് ഓരോരോ സ്ഥാനാർത്ഥികൾക്ക് നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ആ തുകയൊന്നും മതിയാവില്ല. കാരണം വലിയ തരത്തിൽ ഈ പ്രചാരണത്തിന് ദിവസങ്ങൾ കൂടിയതാണ് യഥാർത്ഥത്തിൽ പാർട്ടിയെ വെട്ടിലാക്കിയത്. കാരണം ഇത്രയധികം ദിവസത്തേക്ക്
സ്ഥാനാർത്ഥികളുടെ പര്യടനം, അതോടൊപ്പം തന്നെ അവർക്കൊപ്പമുള്ളവരുടെ ചെലവ്, ഇതുമായി ബന്ധപ്പെട്ട പ്രാദേശിക തലത്തിൽ ഈ ബൂത്തുകൾ മൊത്തം തയ്യാറാക്കുന്നതിന് ആവശ്യമായി വരുന്ന ചെലവ്, ഇങ്ങനെ ഭീമമായ ഒരു തുക ഓരോ മണ്ഡലങ്ങളിലും ഓരോ ബൂത്തുകളിലും ആവശ്യമായി വരുന്ന ഒരു സാഹചര്യത്തിൽ അതിലേക്ക് കൈയഴിച്ച് പണം നൽകാൻ പാർട്ടിക്ക് കഴിയാത്ത ഒരു സാഹചര്യം ദേശീയ തലത്തിലുണ്ട്. ഇങ്ങനെയൊരു അസാധാരണമായ പ്രതിസന്ധി ആദ്യമായിട്ടാണ് നേരിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതത് സംസ്ഥാനങ്ങളോട് ഓരോ ശൈലിയിൽ ഈ പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു കൊള്ളാനുള്ള നിർദ്ദേശം ദേശീയ നേതൃത്വം കൈമാറിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും ജനങ്ങളിൽ നിന്ന് പണം സ്വീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലം മറികടക്കാനാണ് KPCCയുടെ ആലോചന. അത് ഫലം ചെയ്യുമോ നമുക്ക് കാണാം. എന്തായാലും കൂപ്പൺ അടിച്ചുകൊണ്ട് ഇത്തരം ഒരു പദ്ധതി തയ്യാറാക്കുന്നു. ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകുന്നത്. നമുക്കിനി ദേശീയ